ഭൂമിയുടെ അവസാന അതിർത്തിയിലേക്ക്, സമയം പോലും മഞ്ഞായി നിശ്ചലമായ അന്റാർട്ടിക്കയുടെ അത്ഭുത ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കടന്നു ചെല്ലുന്നത് പ്രകൃതി സ്വന്തം കൈകൊണ്ട് വരച്ച സ്വർഗഭൂമി, സ്കോട്രോപ്പ് കേവ്. മഞ്ഞുമലകൾ ആകാശത്തോട് രഹസ്യം പറയുന്ന ഇടം, സമുദ്രം നിശബ്ദതയുടെ സംഗീതം പാടുന്ന ഇടം. ഓരോ തിരമാലയും ഒരു കഥ, ഓരോ ഐസ്ബർഗും ഒരു ചരിത്രം. ഞാൻ നിങ്ങളുടെ കവിരാജ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ അന്റാർട്ടിക്കൽ സോളോ ട്രിപ്പുമായി ബന്ധപ്പെട്ട 12ാമത്തെ എപ്പിസോഡ്. ഇവിടെ ഞാൻ ഈ കപ്പലിൻ്റെ മുകളിലേക്ക് വന്ന് കാൽ വെച്ച ആ നിമിഷം തന്നെ ഒരു പുതിയ ലോകത്തിൻ്റെ വാതിൽ തുറന്നതുപോലെ തോന്നി. ചുറ്റും നോക്കുമ്പോൾ കണ്ണെത്താ ദൂരത്തോളം വെളുത്ത മഞ്ഞിൻ്റെ രാജ്യം മാത്രം. ഭൂമി തൻ്റെ എല്ലാ നിറങ്ങളും ഒളിപ്പിച്ച് വെളുപ്പിൽ മാത്രം സ്വപ്നം കണ്ടതുപോലെ. ഇവിടുത്തെ തണുപ്പ് വെറും ശരീരത്തെ തൊടുന്നതല്ല, അത് ആത്മാവിലേക്ക് ഇറങ്ങി വരുന്ന ഒരു അനുഭവമാണ്. ഓരോ ശ്വാസവും എടുക്കുമ്പോൾ പ്രകൃതിയുടെ നിർമ്മലത തന്നെ ഉള്ളിലേക്ക് കടന്നു വരുന്നത് പോലെ. കാറ്റിന് പോലും ഇവിടെ വേറൊരു സ്വരമുണ്ട്, നിശബ്ദതയുടെ സംഗീതം. എൻ്റെ മുന്നിൽ ആകാശമുട്ട ഉയർന്നു നിൽക്കുന്ന മഞ്ഞ് മലകൾ. ആദ്യ കാഴ്ചയിൽ തന്നെ മനസ്സ് ചോദിക്കും, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും സ്വപ്ന ലോകത്തിലാണോ എന്ന്. മഞ്ഞ് മലകൾക്ക് വയസ്സ് ആയിരങ്ങളായിരിക്കാം. നൂറ്റാണ്ടുകളുടെ കഥകൾ മൗനമായി സൂക്ഷിച്ചു നിൽക്കുന്ന പ്രകൃതിയുടെ മഹാഗ്രന്ഥങ്ങൾ പോലെ. സൂര്യൻ്റെ വെളിച്ചം അതിന്മേൽ പതിക്കുമ്പോൾ വെളുത്ത മഞ്ഞിൽ നിന്നും നീല നിറത്തിൽ അത്ഭുതങ്ങൾ ജനിക്കുന്നു. വെളിയിൽ തണുപ്പ് കാഠിന്യമായപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പ്രവേശിച്ചു, ശരീരം ഒന്ന് ചൂടാക്കാൻ വേണ്ടി. ഈ കണ്ണാടിക്കൂടിൽ അകത്ത് നിൽക്കുമ്പോഴും എനിക്ക് വെളിയിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം വ്യക്തമായി കാണാമായിരുന്നു. മഞ്ഞ് മലകളും ശാന്തമായ സമുദ്രങ്ങളും. ശരീരം അല്പം ശാന്തമായപ്പോൾ ഞാൻ വീണ്ടും വെളിയിലേക്ക് തന്നെ വന്നു. ആ കാഴ്ചകൾ എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല, ചിത്രീകരിക്കാൻ പറ്റുന്നില്ല. അത്ഭുതമെന്നേ പറയണ്ടു എനിക്ക് മറ്റൊരു കാഴ്ച എൻ്റെ മുന്നിൽ പെട്ടത്. ഇപ്പോൾ നമ്മൾ കാണുന്നത് വെറും ഒരു ഐസ്ബർഗ് അല്ല, പ്രകൃതി സ്വന്തം കൈകൊണ്ട് തീർത്ത ഒരു മഹത്തായ കൊട്ടാരം. അതിൻ്റെ മധ്യത്തിൽ വിശ്വസിക്കാൻ പോലും പ്രയാസമുള്ള ഒരു കാഴ്ച, ഒരു യഥാർത്ഥ ഗുഹ. മഞ്ഞിനുള്ളിൽ പ്രകൃതി തന്നെ കൊത്തിയെടുത്ത രഹസ്യവാതിൽ പോലെ. അകത്ത് എന്തൊക്കെയോ അനന്തമായ നിശബ്ദത ഒളിഞ്ഞിരിക്കുന്നത് പോലെ തോന്നിയേക്കാം. ആ ഗുഹയുടെ അരികിൽ നിന്നും പെട്ടെന്ന് ഒരു വലിയ ശബ്ദം, ഭൂമി പൊട്ടിത്തെറിക്കുന്നത് പോലെ. മഞ്ഞിൻ്റെ വലിയ കഷ്ണം വേർപിരിഞ്ഞ് സമുദ്രത്തിലേക്ക് പതിച്ചു. ആ ശബ്ദം വേറൊരു ശബ്ദമായിരുന്നില്ല, പ്രകൃതിയുടെ ശക്തിയുടെ പ്രഖ്യാപനം. ആ നിമിഷം മനസ്സുപോലും നിശ്ചലമായിപ്പോയി എൻ്റെ. മഞ്ഞ് പീസ് വെള്ളത്തിലേക്ക് പതിച്ചപ്പോൾ ഇതുവരെ കണ്ണാടി പോലെ ശാന്തമായിരുന്ന സമുദ്രം ഒറ്റ നിമിഷം കൊണ്ട് ഉയർന്നു. വലിയ തിരകൾ പടർന്നു, ഒന്നിനു പിന്നാലെ മറ്റൊന്ന്, ആ ശാന്തതയെ ചലിപ്പിച്ചുകൊണ്ട്. അതിശയവും സന്തോഷവും. കാരണം ഇത്തരമൊരു കാഴ്ച പുസ്തകങ്ങളിലും സിനിമകളിലും മാത്രമാണ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇത് എൻ്റെ കൺമുമ്പിൽ ജീവനോടെ. മറുവശത്ത് കടൽ ഇപ്പോഴും വളരെ ശാന്തമാണ്. ഇതൊരു സമുദ്രമല്ല, ഒരു വലിയ കണ്ണാടി പോലെ. ആ മഞ്ഞ് മലകളുടെ പ്രതിബിംബം അതിൽ പതിക്കുമ്പോൾ മുകളിൽ ആകാശമോ താഴെ സമുദ്രമോ എന്നുപോലും തിരിച്ചറിയാൻ കഴിയില്ല. ഒരു നിമിഷം ഞാൻ ശ്വാസം പിടിച്ചു നിന്നു. കാരണം ഇത്തരമൊരു കാഴ്ച വാക്കുകൾ കൊണ്ട് വിവരണം തരാൻ കഴിയുന്നില്ല എനിക്ക്. കപ്പലിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് ഞാൻ ആകാശത്തേക്ക് നോക്കി. മേഘങ്ങൾ പോലും ഇവിടെ കൂടുതൽ ശുദ്ധമാണ്. മുഖത്ത് കാറ്റ് തട്ടുമ്പോൾ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും എല്ലാ ആശങ്കകളും എല്ലാം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നു. നമ്മൾ ജീവിതത്തിൽ പല സ്ഥലങ്ങളിലും യാത്ര പോയേക്കാം, പക്ഷേ ചില സ്ഥലങ്ങൾ മാത്രം നമ്മളെ മാറ്റിമറിക്കും. അന്റാർട്ടിക്ക അത്തരത്തിലൊരു സ്ഥലമാണ്. ഇവിടെ എത്തുമ്പോൾ മനസ്സിലാകും മനുഷ്യൻ എത്ര ചെറുതാണ്, പ്രകൃതി എത്ര മഹത്തരമാണെന്ന്. ഇവിടെ ഒഴുകുന്ന ഒരു ഐസ്ബർഗിൻ്റെ മുകളിൽ ഒരു സീൽ അവരുടെ സ്വന്തം ലോകത്തിൽ തിരക്കിലാണ്. മനുഷ്യൻ്റെ അഹങ്കാരമില്ലാത്ത ഒരു ജീവിതം, ലളിതം, ശാന്തം, സ്വാതന്ത്ര്യം. അവരെ നോക്കുമ്പോൾ മനസ്സ് ചോദിക്കും, യഥാർത്ഥ സന്തോഷം ഇതുപോലെ അല്ലേ എന്ന്. ചിലപ്പോൾ വെള്ളത്തിനടിയിൽ നിന്നും ചില സീലുകൾ തല പുറത്തേക്ക് വരുത്തുകയും ഒരു നിമിഷം നമ്മളെ നോക്കും, വീണ്ടും അതിൻ്റെ ലോകത്തേക്ക് മറയും. ഇവിടെ നമ്മൾ അതിഥികൾ മാത്രം. ഈ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ അവരാണ്. ഐസ്ബർഗുകളെ കീറിമുറിക്കാൻ ശക്തിയുള്ള ഐസ് ബ്രേക്കറായ ഞങ്ങളുടെ കപ്പൽ മുന്നോട്ട് നീങ്ങുകയാണ്. ഇതിന് താവളമടിക്കാൻ പറ്റിയൊരു ലൊക്കേഷൻ നോക്കണം. അതിനുശേഷം വേണം നമ്മുടെ സോഡിയാക് ബോട്ടിൽ ഈ സ്ഥലങ്ങളെല്ലാം ചുറ്റിക്കാണിക്കാൻ ഞങ്ങളെ. ഈ മഞ്ഞിൻ്റെ സാമ്രാജ്യത്തിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു യാത്രക്കാരൻ മാത്രമല്ല, ഭൂമിയുടെ അവസാന അതിർത്തിയിൽ നിന്നുകൊണ്ട് ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം തേടുന്ന ഒരാൾ. സ്കോട്രോപ്പ് ഗുഹ. ഇത് ഒരു സ്ഥലത്തിൻ്റെ പേര് മാത്രമല്ല, ഇതൊരു അനുഭവം, ഒരു നിശബ്ദ കവിത, ഒരു വിസ്മയത്തിൻ്റെ മറ്റൊരു പേര്. ജീവിതത്തിൽ ചില നിമിഷങ്ങൾ നമ്മൾ ക്യാമറയിൽ പകർത്തും, ചിലത് ഹൃദയത്തിൽ. പക്ഷേ ഇവിടെ ഓരോ നിമിഷവും ആത്മാവിൽ കുത്തിവയ്ക്കപ്പെടുന്നു. ഇത്ര വലിയ ഈ കൊടും തണുപ്പിലും ഹൃദയം ചൂടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാകുന്നു. കാരണം പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ മുഖം നേരിൽ കാണുമ്പോൾ മനുഷ്യൻ ഉള്ളിൽ നിന്നും വീണ്ടും ജീവിക്കാൻ തുടങ്ങുന്നു. ഒരു നിമിഷം എല്ലാം ശാന്തം, അടുത്ത നിമിഷം ആകാശം തന്നെ പിളരുന്നത് പോലെ ഒരു ഗർജനം.
മഞ്ഞിൻ്റെ ഒരു വലിയ ഭാഗം പെട്ടെന്ന് വേർതിരിഞ്ഞ് ഭീമൻ ശബ്ദത്തോടെ സമുദ്രത്തിലേക്ക് പതിച്ചു. ആ ശബ്ദം ഹൃദയത്തിലേക്ക് തന്നെ ഇടിച്ചു കയറി. ഒരു പർവ്വതം കൺമുമ്പിൽ തകർന്നു വീഴുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. വെള്ളത്തിലേക്ക് പതിച്ച ആ ഐസ് കഷ്ണം ചുറ്റും വെള്ളം ആകാശത്തിലേക്ക് ഉയർത്തി. ശാന്തമായിരുന്ന സമുദ്രം ഒറ്റ നിമിഷം കൊണ്ട് ശക്തമായ തിരമാലകളുടെ ഒരു യുദ്ധഭൂമിയായി മാറിയെന്ന് പറയാം. ആ നിമിഷം എനിക്ക് ബോധ്യപ്പെട്ടു, അന്റാർട്ടിക്കയെ കാണുന്നത് മാത്രം പോരാ, അത് അനുഭവിച്ചു തന്നെ അറിയണം. ദൂരെയായി മഞ്ഞിൻ്റെ അനന്ത ലോകത്തിനിടയിൽ മനുഷ്യൻ്റെ സാന്നിധ്യം തെളിയിക്കുന്ന ചില ചെറു വീടുകൾ കണ്ണിൽപ്പെടുന്നുണ്ട്. ആ വെളുത്ത നിശബ്ദതയുടെ നടുവിൽ അവ വളരെ ചെറുതായി തോന്നിയെങ്കിലും അവയുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് വലിയ കഥകളായിരിക്കാം. ഒരിക്കൽ ഏതോ രാജ്യത്തിൽ നിന്നെത്തിയ ഗവേഷണ സംഘത്തിൻ്റെ താമസ കേന്ദ്രമായിരിക്കാം അതെല്ലാം. പ്രകൃതിയുടെ ഏറ്റവും കഠിനമായ പരീക്ഷണശാലയായ അന്റാർട്ടിക്കയിൽ ശാസ്ത്രത്തിനും മനുഷ്യ അറിവിനും വേണ്ടി ജീവിതം ചെലവഴിച്ച ആളുകളുടെ സാക്ഷ്യപത്രങ്ങളായിരിക്കാം അതെല്ലാം. അവകൾ വെറും കെട്ടിടങ്ങൾ പോലെയല്ല എനിക്ക് തോന്നിയത്. അതെല്ലാം മനുഷ്യൻ്റെ ധൈര്യത്തിൻ്റെ സ്മാരകങ്ങൾ പോലെയാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. അന്റാർട്ടിക്കയിൽ ഓരോ മഞ്ഞുമലയ്ക്കും ഓരോ ചരിത്രമുണ്ടെങ്കിൽ ആ ചെറിയ വീടുകൾക്ക് ഓരോ മനുഷ്യകഥകൾ പറയാനുണ്ടായിരിക്കും. ആദ്യം വെള്ളത്തിൻ്റെ മേൽ ഒരു ചെറിയ ചലനം, അടുത്ത നിമിഷം സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഒരു ഭീമൻ നിഴൽ ഉയർന്നു വന്നു. അതെ, ഒരു തിമിംഗലം. അന്റാർട്ടിക്കയിൽ ഓരോ യാത്രയും സാഹസമാണ്. പക്ഷേ ആ സാഹസത്തിന് പിന്നിൽ അതിലും വലിയൊരു സുരക്ഷാ ലോകമുണ്ട്. സോഡിയാക് ബോട്ടുകൾ കടലിലേക്ക് ഇറക്കുന്നതിന് മുൻപ് ആദ്യം പ്രവർത്തനം ആരംഭിക്കുന്നത് സെക്യൂരിറ്റി ടീമാണ്. ചുറ്റുപാടുമുള്ള എല്ലാം അവർ അതീവ സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിക്കും. കാലാവസ്ഥയുടെ സ്വഭാവം, കാറ്റിൻ്റെ ശക്തി, കടലിലെ തിരമാലകൾ, ഐസ്ബെർഗുകളുടെ ചലനം എല്ലാം. കാരണം ഇവിടെ ഒരു ചെറിയ മാറ്റം പോലും വലിയ അനുഭവമായി മാറിയേക്കാം. അന്റാർട്ടിക്കയിൽ പ്രകൃതി സുന്ദരിയാണ്, പക്ഷേ അത്ര തന്നെ ശക്തിയുള്ളവളുമാണ്. എല്ലാം അനുകൂലമാണെന്ന് ഉറപ്പായാൽ മാത്രം ചെറിയ ചെറിയ സോഡിയാക് ബോട്ടുകളിൽ യാത്രക്കാരെ കൂട്ടി ഈ അത്ഭുത ലോകത്തിൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങും. കപ്പലിൽ നിന്നിറങ്ങി കടലിൽ അത്ര അടുത്ത് മഞ്ഞുമലകളുടെ നിഴലിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരു വിനോദസഞ്ചാരി മാത്രമല്ല, പ്രകൃതിയുടെ രഹസ്യങ്ങൾ തേടുന്ന ഒരു അന്വേഷകൻ കൂടി ആയി മാറുന്നു. അങ്ങനെ അടുത്തെത്തിയാൽ മാത്രമേ ഈ മഞ്ഞിൻ്റെ ഗുഹയുടെ യഥാർത്ഥ ഭംഗി മനസ്സിലാകുകയുള്ളൂ. ദൂരെ നിന്ന് കാണുന്നത് ഒരു കാഴ്ച മാത്രം, പക്ഷേ സമീപത്ത് നിന്ന് അത് ഒരു വലിയ അനുഭവമാണ്. ഗുഹയുടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ മഞ്ഞിൻ്റെ മതിലുകൾ പോലും ജീവിച്ചിരിക്കുന്നത് പോലെ തോന്നും. നീല വെളിച്ചം, തണുത്ത ശ്വാസം, പ്രകൃതി തന്നെ തീർത്ത ഒരു മൗനക്ഷേത്രം. ഇത് തിമിംഗലങ്ങളെ കൂടുതൽ കാണാൻ കഴിയുന്ന സ്ഥലം കൂടിയാണ്. കടലിൻ്റെ ആഴങ്ങളിൽ നിന്ന് അവർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടും. ഒരു ശ്വാസം, ഒരു വാൽ ഉയർത്തൽ, അതിനുശേഷം വീണ്ടും അതിൻ്റെ സ്വന്തം ലോകത്തിലേക്ക് മറിഞ്ഞ് പോവും. സോഡിയാക് ബോട്ടിൽ ഇരുന്ന് ഈ തിമിംഗലങ്ങളെ അടുത്ത് കാണുന്ന നിമിഷം അത് വെറും ഒരു കാഴ്ചയല്ല, ഹൃദയമെടുപ്പ് പോലും മറയ്ക്കുന്ന ഒരു അനുഭവമാണ്. ഈ അനുഭവം ഞാൻ എൻ്റെ മുൻ പല എപ്പിസോഡിലും കാണിച്ചിട്ടുണ്ടല്ലോ. കണ്ടിട്ടില്ലാത്തവർ എൻ്റെ കഴിഞ്ഞ എപ്പിസോഡുകൾ ഒന്നുകൂടി വീക്ഷിക്കുകയാണെങ്കിൽ ഈ തിമിംഗലങ്ങളും അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് അടുത്ത് നിന്ന് വീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാകും കൂടുതൽ. ഇവിടെ ചില മണിക്കൂറുകൾ മാത്രമാണ് ഞാൻ ചിലവഴിക്കുന്നു എങ്കിലും ജീവിതം കാലം മുഴുവൻ കൂടെ ഉണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞാൻ കൊണ്ടുപോകുന്നത്. അന്റാർട്ടിക്ക എന്നെ പഠിപ്പിച്ചത് എന്നെ കാണിച്ചത് അതിൻ്റെ സൗന്ദര്യം മാത്രമല്ല, പ്രകൃതിയുടെ ശക്തിയും നിശബ്ദതയുടെ അർത്ഥവും മനുഷ്യർ എത്ര ചെറുതാണെന്ന സത്യവും എന്നെ പഠിപ്പിച്ചു. കാരണം ചില സ്ഥലങ്ങൾ യാത്രയായി മാത്രം എന്നിൽ തീരുന്നില്ല, അവ ഹൃദയത്തിൻ്റെ ചില ഭാഗങ്ങളായി മാറുന്നു. സ്കോർടോം കേവ്, ഈ സ്ഥലം ഇതൊരു സ്ഥലം മാത്രമല്ല, ജീവിതത്തിൽ ഒരിക്കലും മായാത്ത ഒരു അനുഭവം കിട്ടിയ സ്ഥലം കൂടിയാണ് ഇത്. സോഡിയാക് ബോട്ടിൽ കയറി ഈ പരിസരമാകെ വീക്ഷിച്ച അത്ഭുതകരമായ കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ, നന്മ വരട്ടെ.